എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിൽ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി പോലത്തെ ഇൻഡെക്സുകളുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും അതുപോലെ ഇൻട്രാഡേയിൽ എങ്ങനെയൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാമെന്നുള്ളതും, കഴിഞ്ഞ ദിവസം ഇന്ന് മാർക്കറ്റിൽ എന്താണ് നടന്നത്, കഴിഞ്ഞ ദിവസം നമ്മൾ എന്താണ് പറഞ്ഞത്, ഇനി നാളെ നമുക്ക് എങ്ങനെയൊക്കെ ട്രേഡിംഗ് സെറ്റപ്പ് നടത്താം എന്നുള്ളതൊക്കെയാണ് വീഡിയോ വഴി നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഇതൊരു ഉപകാരപ്രദമായ വീഡിയോ ആണെന്ന് പറഞ്ഞ് അറിയിച്ചിട്ടുണ്ട്. തുടർന്നും നിങ്ങളുടെയെല്ലാം സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അതിലപ്പുറം വെള്ളിയാഴ്ച നമുക്കുണ്ടായ ആ സങ്കടം സത്യത്തിൽ ഇന്നതിൻ്റെ ഇരട്ടി മധുരം പോലെ ആയി എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു തരില്ലേ? നമ്മുടെ സ്ഥിരം മെമ്പേഴ്സ്, അതായത് നമ്മുടെ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ ഈ വീഡിയോകൾ ഡെയിലി കാണുന്നത് വളരെ എല്ലാം കൊണ്ടും നല്ലതാണ്. ഒരുപാട് നോളേജുകൾ, അതായത് മാർക്കറ്റിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഒരു പരിചയമുള്ള ഒരാൾ പറയുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ള രീതിയിൽ അത് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള നോളേജ് വർദ്ധിക്കും. അതല്ലാതെ ചില സമയങ്ങളിലൊക്കെ നമ്മൾ കൊടുക്കുന്ന അനാലൈസ് പ്രകാരം ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് എടുക്കാനും സാധിക്കുന്നുണ്ട്. ചില ദിവസങ്ങളിൽ പറ്റില്ല, കാരണം നമ്മൾ പ്രോപ്പറായ എൻട്രിക്ക് വേണ്ടിയിട്ടാണല്ലോ വെയിറ്റ് ചെയ്യുന്നത്. ഇന്ന് പ്രത്യേകിച്ച് പറയാനുള്ളത്, കഴിഞ്ഞ വെള്ളിയാഴ്ച നമുക്ക് കുറച്ച്, അതായത് മാർക്കറ്റിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ് വളരെ മോശമായിരുന്നു, ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. അത് അന്ന് വെള്ളിയാഴ്ച ദിവസം ട്രേഡ് ചെയ്ത സകല ട്രേഡർമാർക്ക് അറിയാവുന്നതാണ്. അന്ന് പ്രോഫിറ്റ് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷേ നമുക്ക് രാവിലെ തന്നെ അതിൻ്റെ ഏകദേശ മാപ്പ്, അതിൻ്റെ ഏകദേശ റൂട്ട് മാർക്കറ്റിൻ്റെ മനസ്സിലായപ്പോൾ പിന്നീട് നമ്മളധികം കൈവച്ചില്ല അല്ലേ. ഏകദേശം രാവിലെ ഫസ്റ്റ് ടൈം മോർണിംഗ് സെക്ഷനിൽ കൊടുത്തിരുന്ന ട്രേഡുകൾ മാത്രമാണ് നമുക്ക് ലോസ് ആയിട്ടുള്ളൂ. ഒരു 3 അതിലപ്പുറം ഒരു 4 എന്ന് വെച്ചോളൂ. അതും സ്റ്റോപ്പ് ലോസ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ വളരെ കുറവായിരിക്കും. 0 5 പോയിൻ്റൊക്കെ ആയിരിക്കും, അതുപോലെ 10 പോയിൻ്റ്, പിന്നെ ഒരു നോർമൽ ബാങ്ക് നിഫ്റ്റിയിലൊക്കെ 20 പോയിൻ്റ്, നിഫ്റ്റിയിൽ 10 പോയിൻ്റ് എന്നിങ്ങനെ മൊത്തത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഒരു ലോഡ് സൈസിൽ നമുക്ക് 36 പോയിൻ്റോ 26 പോയിൻ്റോ എന്തോ ലോസ് സംഭവിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് ലോട്ടുകളുടെ എണ്ണം കൂട്ടുന്നവർക്ക് അതിനനുസരിച്ച് നഷ്ടം സംഭവിച്ചിട്ടുണ്ടാകും. പക്ഷേ ഈ ലോട്ടുകളുടെ എണ്ണം ക്രമാതീതമായിട്ട്, അതായത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻസ് ചെയ്ത് പോകുന്നവർക്ക്, എല്ലാ ദിവസവും ഒരേപോലെ ആകുന്നവർക്ക് കുഴപ്പമില്ല. ഒരു ദിവസം ലോസ് ആയാലും പിറ്റേ ദിവസം റിക്കവർ ആകും. കഴിഞ്ഞ ശനിയാഴ്ച പറഞ്ഞ വീഡിയോയിൽ ആ ഒരു 3-4 കാര്യങ്ങൾ പറഞ്ഞതിൽ ഒന്ന് നമ്മുടെ പൊസിഷൻ സൈസിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. കാണാത്തവർ ആ വീഡിയോ ഒന്ന് കാണുക. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത്, ഇന്നത്തെ ദിവസം നമുക്ക് വളരെ ഹാപ്പി ആയിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ഇരട്ടി മധുരം പോലെ തന്നെ ഇന്ന് നമുക്ക് നല്ല പ്രോഫിറ്റ് ലഭിക്കാൻ സാധിച്ചു. അപ്പോൾ എപ്പോഴും ഒരു നല്ല ട്രേഡർ എന്ന് നമുക്ക് സ്വയം വിലയിരുത്തണമെങ്കിൽ മോശമായ മാർക്കറ്റിൽ അധിക നേരം നിൽക്കാതെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ക്ലോസ് ചെയ്ത് മിണ്ടാതെ പോയിട്ട് എവിടെയെങ്കിലും കയറിയിരിക്കുക എന്നുള്ളതാണ്. അതല്ല, നിങ്ങൾക്ക് മാർക്കറ്റിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കാനുള്ള മനഃശക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം ട്രേഡ് എടുക്കാതെ. മനഃശക്തി ഇല്ലാത്തവരായി നേരത്തെ പറഞ്ഞ രൂപത്തിൽ കയ്യും കാലൊക്കെ പൊച്ചൽ എടുക്കുന്ന ആൾക്കാർ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ക്ലോസ് ചെയ്ത് മിണ്ടാതെ പോയിട്ട് വേറെ എന്തെങ്കിലും വിനോദത്തിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലികളിൽ ഏർപ്പെടുക. അതേസമയം ഇന്നത്തെ പോലുള്ള ദിവസങ്ങളിൽ നമുക്ക് വെള്ളിയാഴ്ച സംഭവിച്ച ലോസ് റിക്കവർ ചെയ്യാനും കഴിഞ്ഞു, അതിലപ്പുറം ചെറിയൊരു പ്രോഫിറ്റിലേക്ക് എത്താനും കഴിഞ്ഞു. ഓക്കെ അല്ലേ? എന്നാൽ ഇന്നത്തെ ദിവസം വളരെ പോസിറ്റീവാണെന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയതെല്ലാം വാങ്ങിയിടാൻ പാടുമോ? ഇല്ല. നമുക്ക് നമ്മുടെ ടാർഗറ്റ്, കഴിഞ്ഞ ദിവസത്തെ ലോസ് ഇന്നത്തെ റിക്കവർ ആയിട്ട് അതിനുശേഷമുള്ള ടാർഗറ്റല്ല പറയുന്നത്, ടോട്ടൽ ടാർഗറ്റ്. ഒരു ദിവസത്തെ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ ദിവസത്തെയും ടാർഗറ്റ് കണക്ക് വയ്ക്കൂ. 1 ലക്ഷം രൂപ നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ടിലിട്ട് ആ 1 ലക്ഷം വിനിയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര രൂപയാണോ ഒരു ദിവസത്തെ ഇൻകമായിട്ട് പ്രതീക്ഷിക്കുന്നത്, അത് ടാർഗറ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ പ്ലാറ്റ്ഫോം, ആ പരിപാടി നിർത്തണം, ആ ട്രേഡ് ക്ലോസ് ചെയ്യണം. ഓക്കെ, എന്നാൽ മാത്രമേ ഒരു നല്ല ട്രേഡർ എന്ന് നമുക്ക് നമ്മെ സ്വയം പറയാൻ കഴിയുള്ളൂ. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു കാൽക്കുലേഷൻ ഉണ്ട്, അതിന് മുകളിൽ കൊടുക്കില്ല. എത്ര നല്ല മാർക്കറ്റാണെങ്കിലും അതിന് മുകളിൽ കൊടുക്കില്ല. കാരണം ഏത് നിമിഷവും ഒരു നെഗറ്റീവിലേക്ക് വരാം, മാർക്കറ്റിൻ്റെ കാര്യമാണ്. അപ്പോൾ കിട്ടിയതെല്ലാം വൈകുന്നേരം വരെ വെള്ളം കോരി വൈകുന്നേരം കലമുടയ്ക്കുന്ന പരിപാടി പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത് 24,300 എന്നുള്ള ഒരു സപ്പോർട്ട്, 24,300 താഴെ 1 അവർ ടൈം ഫ്രെയിമിൽ
ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ താഴേക്ക് എടുത്തു വരാം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അതിനു മുമ്പ് ഇത് 1 അവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുന്നുണ്ട്. പക്ഷേ ഇവിടെ ക്രോസ് ചെയ്തു, ക്ലോസും ചെയ്തു. വീണ്ടും നമ്മളൊരു റീട്രേസ്മെൻറ്റ് കാത്തു നിന്നപ്പോൾ വീണ്ടും ആ സപ്പോർട്ടിനെ റെസിസ്റ്റൻസ് ആക്കി ക്രോസ് ചെയ്ത് ഇവിടെ ക്ലോസ് ചെയ്തു. പിന്നീട് തിരിച്ച് നമുക്ക് വന്നിട്ടില്ല. ഇവിടെ ആ സപ്പോർട്ട് ലൈനിൽ തന്നെ ആ മാർക്കറ്റ് ക്ലോസിങ് ടൈമിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു ട്രെൻഡ് ലൈനാണ് ഇപ്പോൾ നിഫ്റ്റി 1 അവർ ടൈം ഫ്രെയിമിൽ ഫോം ആക്കിക്കൊണ്ടിരിക്കുന്നത്. ചാനൽ പാറ്റേൺ ആയിട്ട് നമുക്കിതിനെ കണക്കാക്കാൻ കഴിയില്ല. കാരണം 1 അവർ ടൈം ഫ്രെയിമിൽ നിഫ്റ്റി റേസിംഗ് വെഡ്ജ് എന്നാണ് ഇതിന് പേര്. റേസിംഗ് വെഡ്ജ് ആകുമ്പോൾ സാധാരണ മാർക്കറ്റ് താഴേക്കാണ്, ഇത് താഴേക്കാണ് വരേണ്ടത്. ഇങ്ങനെയാണ് സംഭവിക്കുക. ഏതായിരുന്നാലും നമുക്ക് നോക്കാം. 1 അവർ ടൈം ഫ്രെയിമിൽ ഇങ്ങനെയാണ് കാണുന്നത്. 15 മിനിറ്റിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, റൈസിംഗ് വെഡ്ജ് തന്നെയാണ്. മാർക്കറ്റ് ഒരു പക്ഷേ താഴേക്ക് വരാം. അതേസമയം മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതിന് ഫാളിംഗ് വെഡ്ജ് എന്നും പറയും. അങ്ങനെയാകുമ്പോൾ മുകളിലേക്ക് അത് ക്രോസ് ചെയ്യും, ബ്രേക്കൗട്ട് ചെയ്യാറാണ്. ഇതിപ്പോൾ താഴേക്ക് ബ്രേക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ ഇവിടെ സപ്പോർട്ട് തന്നെയാണ്. 15 മിനിറ്റിലാണെങ്കിലും 1 അവർ ടൈം ഫ്രെയിമിലാണെങ്കിലൊക്കെ സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ഒരു പക്ഷേ നാളെ 24,300 താഴെ വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇന്നലെ പറഞ്ഞ പ്രകാരം നമുക്ക് ഇന്ന് ട്രേഡ് എടുക്കാൻ പറ്റിയിട്ടില്ല. മുകളിലേക്ക് പറഞ്ഞത് 24,665 മുകളിലാണ് മുകളിലേക്ക് എൻട്രി പറഞ്ഞത്. നമുക്കതും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റിയുടെ കാര്യം ഇങ്ങനെയാണ്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് നോക്കാം. സത്യത്തിൽ നിഫ്റ്റി ഇന്നൊരു മന്ദഗതി തന്നെയായിരുന്നു. അത് കറക്റ്റായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ന് ഓപ്പൺ ചെയ്തത് 24,320 ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,347 അതായത് 27 പോയിൻറ്റ് പോസിറ്റീവിലാണ് ഡേ ക്യാൻഡിൽ നോക്കുമ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാണ്ട്. കണ്ടോ, ഡേ ക്യാൻഡിൽ നോക്കുമ്പോൾ ഗ്രീനാണ്, അതേസമയം റെഡിലാണ് ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ 24,486 മുകളിൽ 24,500 മുകളിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മുകളിലേക്ക് എടുത്ത് പോകാം, ബൈ എൻട്രി. ഓക്കെ, ഇനി ഈ പറഞ്ഞ രൂപത്തിൽ താഴേക്കാണ് വരുന്നതെങ്കിൽ, കാരണം ഇവിടെ ഈ സപ്പോർട്ട് ലൈനിൽ തന്നെയാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. 24,300 സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 24,300 ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് താഴേക്ക് എടുത്ത് വരാം കേട്ടോ. ഓക്കെ, അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഒന്ന് മാർക്ക് ചെയ്യാം, എനിക്കൊന്ന് സേവ് ചെയ്യണം. 1 അവർ ടൈം ഫ്രെയിമിൽ നിങ്ങൾ നോക്കണം. പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഈ പ്രോപ്പറായ എൻട്രി വരെ 300-400 പോയിൻറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ദിവസങ്ങൾ ചെയ്യുന്ന പോലെ ഒന്നും കിട്ടില്ല. ഒരു 50-100 പോയിൻറ്റ് നമുക്ക് കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ നമുക്ക് ട്രേഡ് സെറ്റപ്പ് മാറ്റണം. 1-2 ട്രേഡ് എടുത്താൽ മതിയല്ലോ, അല്ലെങ്കിൽ ഒരു ട്രേഡ് എടുത്താൽ തന്നെ നമുക്കൊരു 100 പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് എങ്ങനെയാണെന്ന് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ലോങ് പൊസിഷൻ ഇവിടെ നിന്ന് നിങ്ങൾ എൻട്രി എടുക്കുകയാണെങ്കിൽ 24,500 ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 24,500 520 ഉള്ളിൽ 24,480-490 ക്രോസ് ചെയ്താൽ തന്നെ നമുക്ക് എടുക്കാം. പക്ഷേ 24,500 ശേഷം നമുക്കൊരു 510 ആ ലെവലിൽ കിട്ടി വിചാരിച്ചോളൂ. നമുക്ക് 1:2 ലെവലിൽ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് ആദ്യം മാർക്ക് ചെയ്യണം. 24,500 നമുക്ക് 24,430 സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതി. 24,430. ഓക്കെ, അപ്പോൾ 77 പോയിൻറ്റ്, ഒരു 70 പോയിൻ്റ് എന്ന് വെച്ചോളൂ. നമുക്ക് 140 പോയിൻറ്റ് 1:2 അല്ല 1:1 എന്ന് പറയുമ്പോൾ നമുക്കിതാ ഇവിടെ 24,590. 1:2 പറയുമ്പോൾ 24,650. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ സ്റ്റോപ്പ് ലോസ്. അതായത് സ്റ്റോപ്പ് ലോസ് വയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് 1 അവറിൽ നിന്ന് ഒരു 15 മിനിറ്റിലേക്ക് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു സിങ് പിടിച്ച് നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. പ്രീവിയസ് ക്യാൻഡലിൽ ഏതാണ് സപ്പോർട്ട് അടുത്തായിട്ടുള്ളത് എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റും. ആ സപ്പോർട്ട് ക്രോസ് ചെയ്താലേ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുള്ളൂ. അടുത്തത് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചാനൽ പാറ്റേണിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതും ശരിക്കും ചാനൽ പാറ്റേൺ എന്ന് പറയാൻ പറ്റില്ല, ചുരുങ്ങി വരുന്നുണ്ട്. റേസിംഗ് വെഡ്ജായിട്ട് തന്നെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. 1 അവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോൾ നമുക്ക്
അത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. നാളെ താഴേക്ക് വരികയാണെങ്കിൽ 50,180 താഴെ നമുക്കൊരു എൻട്രി എടുത്ത് വരാം. താഴേക്ക് 50,180 മുകളിലേക്ക് ഈ ഒരു ട്രെൻഡ് ലൈന് ക്രോസ് ചെയ്യുകയാണെങ്കിൽ 50,800 അതായത് ഇന്നലെ പറഞ്ഞ ആ ഒരു ലെവൽ തന്നെ നമ്മൾ ഇന്നലെ 50,800 ക്രോസ് ചെയ്താൽ എടുത്ത് പോകാമെന്നാണ് പറഞ്ഞത്. നമുക്ക് കറക്റ്റായിട്ട് ഈ റെസിസ്റ്റൻസിൽ വന്നിട്ടാണ് ബാങ്ക് നിഫ്റ്റി താഴേക്ക് വന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി വീണ്ടും താഴേക്ക് വരികയാണെങ്കിൽ 50,180 വരെ വെയിറ്റ് ചെയ്യണം, അതിന് ശേഷം എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നാളെ ഇങ്ങനെ ചെയ്യാം, 50,800 മുകളിലും 50,180 താഴെയും നിങ്ങൾക്ക് എൻട്രി എടുത്ത് പോകാം. സ്റ്റോപ്പ് ലോസ് 1:1 1:2 സൗകര്യം പോലെ വെച്ച് അതിനനുസരിച്ച് നിങ്ങൾ സ്റ്റോപ്പ് ലോസിന് മൈനസ് ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് ബാങ്ക് നിഫ്റ്റിയിൽ. ഇനി ഫിൻ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ബാങ്ക് നിഫ്റ്റി പോണ പോലെ തന്നെയാണ് പോവുക. നമുക്ക് ഇന്നലെ പറഞ്ഞ ലെവൽ അനുസരിച്ച് എൻട്രി കിട്ടിയിട്ടില്ല. നമുക്ക് നാളേക്ക് 23,160 മുകളിൽ ക്ലോസ് ചെയ്യണമെങ്കിൽ 1 അവർ ടൈം ഫ്രെയിം വെക്കണേ. 1 അവർ ടൈം ഫ്രെയിം വയ്ക്കുക. താഴേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി 22,870 താഴെ, 22,860 താഴെ മതി. 22,860 താഴേക്കും വരാം. ഓക്കെ, ഈ ഒരു സിങ് എത്ര ഗ്യാപ്പ് ഉണ്ട് നോക്കട്ടെ, അതിനനുസരിച്ച് മാറ്റാം. ഇവിടെ ഒരു 50 പോയിൻറ്റിൻ്റെ മാറ്റമുള്ളൂ. പ്രോപ്പറായിട്ടൊരു എൻട്രിക്ക് കാത്തിക്കണമെങ്കിൽ 22,860 എന്നുള്ളത് 22,810. ഓക്കെ, ഈ ഒരു സിങ് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിലോ നിങ്ങൾക്ക് നോക്കാം 22,860 താഴെ എടുക്കാം. പക്ഷേ 22,810 വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഫിൻ നിഫ്റ്റിയിൽ ഇങ്ങനെയും നമുക്ക് ചെയ്യാം. ഇനി മിഡ് ക്യാപ് നിഫ്റ്റിയിൽ ഇന്നലെ 12,750 മുകളിലാണ് നമ്മൾ 12,760 മുകളിലാണ് എൻട്രി പറഞ്ഞത്. നമുക്ക് എൻട്രി ലഭിച്ചിട്ടില്ല. താഴേക്ക് നമ്മൾ പറഞ്ഞത് 12,380 താഴെയാണ് ഇന്നലെ പറഞ്ഞത്. നമുക്ക് അതും കിട്ടി. ഇന്നലെ ഏതിലും നമുക്ക് 4 ഇൻഡെക്സിലും ഇന്നലെ കിട്ടിയിട്ടില്ല, ഇന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ നാളേക്ക് നമുക്ക് 12,470 താഴെ ഇവിടെ വരച്ചിട്ടുണ്ട്. 12,470 താഴെയും അതേപോലെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇനി ഇതുവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ നിന്ന് തന്നെ 12,710 നിന്ന് തന്നെ എടുത്തു പോകാം. സ്റ്റോപ്പ് ലോസ് കറക്റ്റായിട്ട് നോക്കിയാൽ മതി. നെക്സ്റ്റ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പ് നിങ്ങൾ നോക്കിയിട്ട് കിട്ടുന്ന പ്രോഫിറ്റ് വെറുതെ കളയണ്ടല്ലോ. നമ്മൾ കാത്തിരുന്നിട്ട് എന്ത് കിട്ടാനാ? 52 പോയിൻ്റ് ഉണ്ട് ഇൻഡെക്സിൽ. അപ്പോൾ നമുക്കൊരു 10-20 പോയിൻ്റൊക്കെ കിട്ടും സ്ട്രൈക്കിൽ. ചിലപ്പോൾ നല്ല ഫാസ്റ്റ് മൂവ്മെൻ്റ് ആണെങ്കിൽ അതിലും കൂടുതൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യാം. 12,710 മുകളിൽ മിഡ് ക്യാപ് നിഫ്റ്റി, 12,470 താഴെ. ഓക്കെ, ഇത് പ്രകാരം നിങ്ങൾക്ക് നാളെ ട്രേഡ് എടുക്കാം. നിങ്ങൾ ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് സ്വന്തമായി അനലൈസ് ചെയ്ത് എടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായി ചർച്ച ചെയ്തുകൊണ്ട് എടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ മുന്നിൽ ചാർട്ട് ഓപ്പൺ ചെയ്ത് ഇതുപോലെ പ്രോപ്പറായ ഒരു ലൈനും എൻട്രിയും എക്സിറ്റും സ്റ്റോപ്പ് ലോസൊക്കെ വരച്ചുകൊണ്ട് എടുക്കാൻ ശ്രമിക്കുക. അതുപോലെയൊക്കെയുള്ള മാറ്റങ്ങൾ നിങ്ങൾ ട്രേഡിങ്ങിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് നോളജ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. നാളെ ഒരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.